വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. മാർത്ത സാലിനസ് എഴുതിയ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന പാഠഭാഗത്തെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മാർത്താസ് ഗ്രാൻഡ് ഫാദർ ക്യാരക്ടർ സ്കെച്ച് മൈനർ ക്യാരക്ടർ സ്കെച്ചായും മാർത്ത സാലിനസിനെ മേജർ ക്യാരക്ടർ സ്കെച്ചായും നമുക്ക് പഠിക്കാം. First one, character sketch of Martha's grandfather. Martha's grandfather is probably the most important character in the story. ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ. In our mind, he will be the winner once we finish reading the full story. ഈ കഥ പൂർണ്ണമായും വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിജയിയായി നിലകൊള്ളുന്ന കഥാപാത്രമാണ് മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ. ഹിസ് വേർഡ്സ്, ഇഫ് യു പേ ഫോർ ഇറ്റ്, ഇറ്റ് വോണ്ട് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്, കുഡ് മേക്ക് ഈവൻ ദ പ്രിൻസിപ്പൽ ചേഞ്ച് ഹിസ് ഡിസിഷൻ. മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ പറയുന്ന ആ വാക്ക്, സ്കോളർഷിപ്പിന് വേണ്ടി നീ കാശ് നൽകുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവുകയില്ല എന്ന ഈ വാക്ക് തന്നെയാണ് പ്രിൻസിപ്പാളുടെ മനസ്സ് മാറ്റാനുള്ള കാരണവും അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റിച്ചതും. ഹീ ഈസ് സംവാട്ട് എ റിച്ച് ഫാർമർ ഓയിങ് എ 200 acre ranch. മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ഒരു പക്ഷേ വളരെ സമ്പന്നനായ ഒരു കർഷകനാണ്. അദ്ദേഹത്തിന് സ്വന്തമായി 2 ഏക്കറിലധികം കൃഷിഭൂമിയുണ്ട്. ഹീ ഈസ് സീൻ ദ സ്റ്റോറി വാക്കിംഗ് ആൾവേസ് ഇൻ ഹിസ് ഫാം ഫീൽഡ്. ഈ കഥയിലുടനീളം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്നതായിട്ടാണ്. ഹീ ഈസ് എ സോർട്ട് ഓഫ് റിസർവ്ഡ് ടൈപ്പ് ബട്ട് എ മാൻ ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. വളരെ സവിശേഷതയുള്ള ഒരു കഥാപാത്രമാണ്, എന്നാൽ വളരെയധികം ഉറച്ച തീരുമാനമുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം. ദോ ഹീ ഈസ് അൺഎഡ്യൂക്കേറ്റഡ്, ഹീ ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻജസ്റ്റിസ് ടു പേ ഫോർ ഡിസേർവിംഗ് അവാർഡ്. അദ്ദേഹം ഒരു നിരക്ഷരനാണ്, വിദ്യാഭ്യാസമില്ലാത്തവനാണ്. എങ്കിലും ഒരു സ്കോളർഷിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു അവാർഡ് കാശ് കൊടുത്തു വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരു അനീതിയായി തന്നെ അദ്ദേഹം കണ്ടിരുന്നു. സോ ഹി സ്ട്രോങ്ലി സ്റ്റാൻഡ് വിത്ത് ഹിസ് ബിലീഫ് ഈവൻ വിത്ത് ഹിസ് ഗ്രാൻഡ് ഡോട്ടർ ക്രൈഡ്. തൻ്റെ വിശ്വാസത്തോടൊപ്പം അദ്ദേഹം ഉറച്ചു നിന്നു. കാശിനു വേണ്ടി തൻ്റെ ഗ്രാൻഡ് ഡോട്ടർ വന്ന് എത്ര കരഞ്ഞു വിളിച്ചിട്ടും അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ നിന്ന് ഒരു അണുകിട മാറാൻ തയ്യാറായില്ല. സോ ഹി സ്ട്രോങ്ലി സ്റ്റാൻഡ് വിത്ത് ഹിസ് ബിലീഫ്. ഫൈനലി ഹിസ് വേർഡ്സ് വിൻ ആൻഡ് മാർത്ത ഗെറ്റ്സ് ദ അവാർഡ്. അതുകൊണ്ട് തന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് തന്നെ വിജയം സംഭവിക്കുകയും മാർത്തയ്ക്ക് അവാർഡ് ലഭിക്കുകയും ചെയ്തു. When he hears both the sad and happy news of Martha, his reaction does not change. മാർത്തയുടെ ദുഃഖകരമായ അവസ്ഥ കേൾക്കുമ്പോഴും മാർത്തയുടെ സന്തോഷകരമായ വാർത്ത കേൾക്കുമ്പോഴൊന്നും അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ ഒരിക്കലും തന്നെ മാറ്റമുണ്ടായിരുന്നില്ല എന്ന് കാണാം. When she tells him about her winning the jacket, he still does not express his rejoice through words. മാർത്ത സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൻ ചെയ്ത വിവരം തൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അറിയിക്കുമ്പോഴും അദ്ദേഹം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. ഹീ ജസ്റ്റ് ഗീവ്സ് ഹർ എ സ്മൈൽ ആൻഡ് എ പാറ്റ് ഓൺ ഹർ ഷോൾഡേഴ്സ്. ആ സന്തോഷകരമായ വാർത്ത അറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുകയും അവളുടെ ചുമലിൽ ഒന്ന് തട്ടുകയും മാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ. ആസ് ദ പ്രൊവർബ് സെയ്സ്, സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ്. Some people will not show overtly their deep love and affection. പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ചില ആളുകൾ തങ്ങളുടെ ആഴത്തിലുള്ള സ്നേഹം, വാത്സല്യം എന്നിവ പുറമെ കാണിക്കുകയില്ല എന്നാണ്. മാർത്താസ് ഗ്രാൻഡ് ഫാദർ ഈസ് എ മാൻ ഓഫ് ദിസ് സോർട്ട്. മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ഈ പറയുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ്. പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമായിരുന്നു മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളത്. 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ഡെസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്ത. മാർത്ത, ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഈസ് എ ക്യാരക്ടർ ഓഫ് മിക്സഡ് ഫീലിങ്സ്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന കഥയുടെ
കേന്ദ്ര കഥാപാത്രമാണ് മാർത്ത സാലിനസ്. വ്യത്യസ്തമായ ഫീലിങ്ങുകളിലൂടെ ഈ കഥാപാത്രം കടന്നു പോകുന്നത് നമുക്ക് കാണാം. ഷീ ഈസ് സെൻസിറ്റീവ്, ബോൾഡ് ആൻഡ് ബ്രില്യൻറ്റ്. She is 14 years old and 8th grade student maintaining a consistent A level since her first grade. വളരെ സെൻസിറ്റീവായ എന്നാൽ കറേജിയസ് ആയ വളരെ ബ്രില്യൻ്റ് ആയ ഒരു സ്റ്റുഡൻ്റാണ് മാർത്ത. 14 വയസ്സ് പ്രായമുള്ള മാർത്ത 8th ഗ്രേഡ് സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും A ഗ്രേഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. She is very sense qualified enough to win the prestigious scholarship jacket, an award to class valedictorian of her school. തീർച്ചയായും അവൾ അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നവൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. വളരെ അഭിമാനകരമായ സ്കോളർഷിപ്പ് ജാക്കറ്റ് തനിക്ക് തന്നെ നേടാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ഇത്രയും കാലങ്ങളായി ക്ലാസ് വാലിഡിക്റ്റേറിയൻ ആയിട്ടുള്ള ടോപ്പറായിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തനിക്കത് കിട്ടും എന്നവൾ പ്രതീക്ഷിക്കുന്നു. മാർത്ത ഈസ് ദ ഡോട്ടർ ഓഫ് എ പുവർ മെക്സിക്കൻ ഫാം ലേബർ. Owing to poverty at her own family, she has been living with her grandparents. മെക്സിക്കൻ കർഷക കുടുംബത്തിലെ ദരിദ്രരായ കർഷക കുടുംബത്തിലെ മകളായിരുന്നു മാർത്ത. ദാരിദ്ര്യം മൂലം അവൾക്ക് തൻ്റെ ജീവിതം തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നു. ഇൻ അപ്പിയറൻസ് ഷീ ഈസ് വെരി ലീൻ ആൻഡ് ഹർ ഫ്രണ്ട്സ് കോൾ ഹർ ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. കാഴ്ചയിൽ മാർത്ത വളരെ മെലിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരികൾ അവളെ വിളിച്ചിരുന്നത് ബീൻ പോൾ അല്ലെങ്കിൽ സ്ട്രിങ് ബീൻ എന്നായിരുന്നു. വൺസ് ഷീ ഹാപ്പൻസ് ടു ഓവർഹിയർ എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ ഹർ ടു ടീച്ചേഴ്സ്. ഒരിക്കൽ സ്കൂളിൽ വെച്ച് തൻ്റെ 2 അധ്യാപകർ പരസ്പരം വളരെ ചൂടുപിടിച്ച വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നത് അവൾ കേൾക്കാനിടയായി. ഷീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ കോൺസ്പിരസി ഈസ് ഗോയിങ് ടു undermine her chance of winning the jacket. ആ സംവാദം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ മനസ്സിലാക്കി ഒരു കോൺസ്പിരസി, ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. തനിക്ക് ലഭിക്കുമെന്ന് കരുതിയ സ്കോളർഷിപ്പ് ജാക്കറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത, ഒരു ഗൂഢാലോചന അവിടെ നടക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു. Eventually the principal asked her to pay $15 for the award. അതിനെ തുടർന്ന് പ്രിൻസിപ്പാൾ അവളെ വിളിക്കുകയും അവാർഡ് ലഭിക്കുന്നതിന് വേണ്ടി $15 അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. Although bold and brilliant, the incidents make her cry in despair. വളരെ ധീരയാണെങ്കിലും ബുദ്ധിമതിയാണെങ്കിലും ഈ സംഭവം അവളെ വളരെയധികം നിരാശയിലേക്ക് എത്തിക്കുകയും അവളെ കരയിക്കുകയും ചെയ്യുന്നു. But when Martha's granddad tell her that a paid award is not an award at all, she accept his words. തൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് അവാർഡിൻ്റെ കാശ് ചോദിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട്, കാശ് കൊടുത്തു വാങ്ങുന്ന അവാർഡ് ഒരിക്കലും അവാർഡല്ല എന്ന്. അത് അവൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. She strongly believes that she deserves the award by merit and it will come on her way. അതുകൊണ്ട് തന്നെ അവൾ ഉറച്ചു വിശ്വസിച്ചു, ഈ അവാർഡ് തൻ്റെ യോഗ്യതയ്ക്ക് ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാശ് കൊടുത്ത് വാങ്ങേണ്ടതല്ല. അങ്ങനെ യോഗ്യത ഉണ്ടെങ്കിൽ അത് തനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് അവൾ വിശ്വസിച്ചു. She determines to tell the principal, looking straight into his eyes, that she is not ready to pay. അതിനാൽ അവൾ തീരുമാനമെടുക്കുന്നു. പ്രിൻസിപ്പാളുടെ മുഖത്തേക്ക്, കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൾ മറുപടി നൽകുന്നുണ്ട്, താൻ അവാർഡിന് വേണ്ടി കാശടയ്ക്കാൻ തയ്യാറല്ല എന്ന്. ഹിയർ വി സി എ ബോൾഡ് മാർത്ത. ഇവിടെ നമുക്ക് വളരെ ധീരയായ മാർത്തയെ കാണാം. However, later when Martha hear from principal the happy news that she is going to get the jacket, cannot control her happiness. പിന്നീട് മാർത്ത പ്രിൻസിപ്പാളിൽ നിന്ന് അറിയുന്നു ആ സന്തോഷകരമായ വാർത്ത, ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് തനിക്ക് തന്നെ ലഭിക്കുന്നു എന്ന്. അപ്പോൾ ഒരിക്കലും തന്നെ അവൾക്ക് തങ്ങളുടെ സന്തോഷം അടക്കാൻ കഴിയാത്ത രീതിയിൽ അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്.
ഷീ വാണ്ട്സ് ടു എക്സ്പ്രസ് ഹർ എക്സ്ട്രീം ജോയ് ബൈ വാട്ട് എവർ മീൻസ്. അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ തൻ്റെ ആ ആനന്ദം പ്രകടിപ്പിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. ഷീ വാണ്ട് ടു യെൽ, ജംപ്, റൺ ദി മൈൽ. ഓടാനും ചാടാനും തുള്ളിച്ചാടാനും ഒക്കെ അവൾ ആഗ്രഹിക്കുന്നു. വൈൽ റഷിംഗ് ബാക്ക് ഹോം ടു ഇമ്പാർട്ട് ഹർ ഹാപ്പി ന്യൂസ് ടു ഹർ ഗ്രാൻഡ് പാ ആൻഡ് ഗ്രാൻഡ് മാ ഷീ കനോട്ട് ഹെൽപ്പ് ക്രൈയിങ്. അവൾ വളരെ പെട്ടെന്ന് ഓടി വീട്ടിലെത്തുകയും തൻ്റെ സന്തോഷ വാർത്ത ഗ്രാൻഡ് പാരൻസിനോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴൊക്കെ അവൾക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ദിസ് ടൈം എ ക്രൈ ഓഫ് ജോയ്. പക്ഷേ ഇത്തവണത്തെ കരച്ചിലിന് വ്യത്യാസമുണ്ട്. നേരത്തെ പോലെയുള്ള സങ്കടമല്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. മാർത്ത വേർഡ്സ് ആൻഡ് ഡീഡ് ഷോസ് ദാറ്റ് ഷീ ഈസ് ക്വൈറ്റ് ബോൾഡ് ആൻഡ് സെൻസിബിൾ ബട്ട് ദ സെയിം ടൈം സെൻസിറ്റീവ് ആൻഡ് ചൈൽഡ് ലൈക്ക്. മാർത്തയുടെ വാക്കുകളും പ്രവൃത്തികളും കണ്ടു കഴിഞ്ഞാൽ അവൾ വളരെ ധീരയാണ്, വളരെ യുക്തിബോധത്തോടു കൂടി പെരുമാറുന്നവളാണ്. അതേസമയം അവൾ വളരെയധികം സെൻസിറ്റീവും ചൈൽഡ് ലൈക്കുമാണ്. അപ്പോൾ ഈ ചോദ്യം എല്ലാവരും കൃത്യമായി എഴുതി പഠിച്ചിട്ടുണ്ടാവണം. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ബൈ ബൈ.